ശത്രു 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 എവിടെ നോക്കിയാലും ശത്രുക്കളാണ്. ജീവിക്കാൻ വിടാത്ത രീതിയിൽ ഇങ്ങോട്ട് വളഞ്ഞിക്കാണ് ശത്രുക്കൾ. അയൽവാസിയിൽ പോയാൽ അവിടെ ശത്രു, കുടുംബത്തിൽ പോയാൽ അവിടെ ശത്രു, ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ അതിലും വലിയ ശത്രു. ഇങ്ങനെ ശത്രുക്കളെ കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഒന്നങ്ങോട്ട് റാഹത്തായിട്ട് മുകളിലേക്ക് പൊങ്ങി പൊങ്ങി വരുമ്പോഴേക്ക് പിടിച്ച് താഴത്തേക്ക് കൊണ്ട് വലിച്ചിടും ശത്രുക്കൾ, അല്ലേ? എവിടെ നോക്കിയാലും ശത്രുക്കൾ. എന്താണ് ഇത്ര ശത്രുത? നമുക്ക് കോടികൾ നമ്മൾ സമ്പാദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എന്നാലും നമുക്ക് ശത്രുക്കളാണല്ലേ. എന്താണ് നമുക്ക് ഇത്ര ശത്രുക്കൾ? നമ്മൾ ഉയർന്നു പോകുമോ എന്ന് കരുതി, നമ്മൾ സാമ്പത്തികമായി ഉയർച്ചയിലെത്തുമോ, അതല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകുമോ, സമാധാനം ഉണ്ടാകുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഈ ശത്രുത, അല്ലേ? ഹസദാണ്, കിബർ, അസൂയ. അള്ളാഹു അതിനെ തൊട്ട് കാക്കട്ടെ. നിങ്ങൾ അസൂയ ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ പറയുക? നമുക്കങ്ങോട്ട് ഉയരാൻ കഴിയില്ല, പിടിച്ച് വെക്കും നമ്മളെ. നല്ലൊരു റാഹത്തായിട്ട് ഉയർന്നു പോകാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് നമ്മളെ തകർക്കാൻ ശേഷിക്കുന്ന ശത്രുക്കളെ നമുക്കൊരു പാഠം പഠിപ്പിക്കാൻ നല്ല ഒരു അമലും കൊണ്ടാണ് ഇന്നത്തെ എൻ്റെ വരവ്. ഇൻഷാ അല്ലാഹ് പച്ചമുളക് നമുക്കൊക്കെ അറിയാം, ഇച്ചിരി വീര്യം കൂടിയ സാധനമാണല്ലേ പച്ചമുളക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ശത്രുവിനെ നമുക്കൊന്ന് അടക്കി നിർത്തിയാലോ? എങ്ങനെയാണ്? ഇതിന് വേണ്ട സാധനങ്ങൾ, ഒന്നാമത്തേത് പച്ചമുളകാണ്. അതുപോലെ തന്നെ നമുക്ക് കറുപ്പ് നൂല് വേണം. നമുക്ക് വീട്ടിലൊക്കെ ഉള്ള സാധനമാണിത്, അല്ലേ? നൂല്. അതുപോലെ നമുക്ക് വേണ്ടത് നല്ല ഒരു ബ്ലേഡ് വേണം, നല്ല മൂർച്ചയുള്ള ബ്ലേഡ്. ഓക്കെ, നല്ലൊരു ബ്ലേഡ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ഒരു കഷ്ണം പേപ്പറാണ്. പേപ്പർ ഇത്ര വലിയ പേപ്പർ വേണ്ട, ചെറിയൊരു കഷ്ണം മതി. ചെയ്യുന്ന ആളുകളോട് ഞാനൊരു കാര്യം പറയാം, ആരെയും ഉപദ്രവിക്കാനല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ ശല്യം ചെയ്യുന്ന ആളുകളുടെ ശല്യം ഒന്ന് അടക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. ആരെയും ഉപദ്രവിക്കാനല്ല. വീണ്ടും വീണ്ടും അത് ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം വരാനല്ല, മറിച്ച് നമ്മളെ ഉപദ്രവിക്കുന്നവരിൽ നിന്നും ഒരു കാവൽ. നമ്മൾ ഉപദ്രവിക്കുന്നവർക്ക് നമ്മൾ ഉപദ്രവിക്കണ്ട എന്ന് തോന്നണം. അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മളെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ആളുകൾ ഇനി നമ്മളെ മുന്നിലേക്ക് വരാൻ പാടില്ല. അതാണ്, അത്തരം ആളുകൾ നമ്മളെ മുന്നിലേക്ക് വരണ്ട. നമ്മൾ അയ്യോ പാവ, നമ്മൾ ആരും ഉപദ്രവിക്കാതെ ജീവിക്കുക. അതിനിടയിൽ കൂടി പിന്നെ എന്തിനാണ് നമ്മളവർ ഉപദ്രവിക്കണത്, അല്ലേ? ഇൻഷാ അല്ലാഹ് അപ്പോൾ അതിനെ പറ്റിയ ഒരു അമലാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിന് നമുക്ക് വേണ്ടത് പേന, പേപ്പർ, മുളക്, ബ്ലേഡ്, നൂല്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നല്ല ഒരു അമൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഒളു എടുക്കുക. നല്ല ഒളുവൊക്കെ എടുത്ത് വന്ന് നല്ല വൃത്തിയായി 2 റക്അത്ത് നിസ്കരിക്കുക. അതെല്ലാത്തിനും ഫർളാണ് കേട്ടോ. ഏത് അമൽ ചെയ്യുമ്പോഴും ഒളു എടുത്ത് വന്ന് 2 റക്അത്ത് നിസ്കരിക്കൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ച് ഒളു എടുത്ത് വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പേപ്പറിൽ എഴുതണം. എന്താണ് എഴുതേണ്ടി? നമ്മളെ ശത്രുവിൻ്റെ പേര് എഴുതുക. മനസ്സിലായോ? ഇപ്പോൾ നമുക്കൊരു ശത്രു ഉണ്ടെന്ന് കരുതുക. അപ്പം അപ്പുറത്തുള്ള ജമീലയാണ് നമ്മളെ വല്ലാതെ ഇടങ്ങറാക്കുന്നത്. ജമീലാക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകണില്ല. ഓളെ നാവുകൊണ്ട് അടങ്ങണില്ല. ഓള് നമ്മളെ വല്ലാതെ ശല്യം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജമീലാൻ്റെ പേര് ഇതിലെഴുതുക. അറബിയിലാണ് എഴുതേണ്ടത് കേട്ടോ. ജമീലാൻ്റെ പേര് നറുക്കിലെഴുതുക. വെള്ളിയാഴ്ച ചെയ്യലാണ് ഏറ്റവും നല്ലത് കേട്ടോ. വെള്ളിയാഴ്ച സുബൈക്ക് ശേഷം ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇതൊന്നും ആരും വെറുതെ പറഞ്ഞു തരില്ല കേട്ടോ. ആരും ഇത്തരം അമലുകൾ വെറുതെ പറഞ്ഞില്ല. ഇതൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട്, ഉസ്താദുമാർ എവിടെയുള്ള വെച്ചാൽ അവിടെ പോയി കഷ്ടപ്പെട്ട് അവരെ തിരക്കിൻ്റെ ഇടയിൽ അവിടെ പൈസ ഒക്കെ കൊടുത്ത് അവർ ചെയ്തു തരുന്ന കാര്യങ്ങളാണത്. മനസ്സിലായോ? ദർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ഒരു കാര്യം, ഇത് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ സമ്മതമല്ല കേട്ടോ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. മറ്റൊരാൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ച് എൻ്റെ സമ്മതം കിട്ടാതെ ചെയ്തു കൊടുക്കണ്ട. അതുമൂലം വരുന്ന ദോഷങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത്
ബ്ലേഡ് കൊണ്ട് ബിസ്മില്ല, ബ്ലേഡ് കൊണ്ട് ഈ മുളകിനെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കീറി കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ കീറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് തുറന്നതിന് ശേഷം ഇതിനുള്ളിലുള്ള എല്ലാ കുരു ഉണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കുക. അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ പേരെഴുതിയ, നമ്മുടെ ശത്രുവിൻ്റെ പേരെഴുതിയ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നറുക്ക്. അപ്പോൾ ഈ നറുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തുറന്ന് വെച്ച മുളകിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യുക, ഇതിലിട്ടു. നമ്മൾ ആ ഒരു പേപ്പർ ഇതിലിട്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളെടുത്ത് വെച്ച നൂലാണ്. പൊന്നാര മുഅ്മിനീങ്ങളെ, നിങ്ങളിത് നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാലേ ഫലം കിട്ടുള്ളൂ കേട്ടോ. ആരും മോശം ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ട് ശല്യമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങളെ വല്ലാതെ ശത്രുക്കളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ, അവരെ ശത്രുത ഇല്ലാതാക്കാൻ, മാക്സിമം അവരെ നമ്മളെ മിത്രമാക്കാൻ വേണ്ടി നമുക്കിത് ചെയ്യാം കേട്ടോ. അതിനുശേഷം ബിസ്മില്ല, ഇതിങ്ങനെ എന്ത് ചെയ്യുക, നന്നായിട്ട് ചുറ്റി കൊടുക്കുക. നന്നായിട്ട് ചുറ്റി കൊടുക്കത്, ഫുള്ള് കവറാവണേ. നന്നായിട്ട് ചുറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ലേശം നേരെ ചുറ്റുന്നുള്ളൂ. ഇത് ഈ പച്ച കാണാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്യണം, നല്ല രീതിയിൽ ചുറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഇത്രയും സമയം ചുറ്റുന്നില്ല, നല്ലോണം ചുറ്റി ഫുൾ കവർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് ഇവിടെ വെക്കുക. ഇനിയാണ് നമ്മൾ അടുത്ത പരിപാടി. ഇതിനൊന്നും ഒരു പ്രത്യേകത ഇല്ല കേട്ടോ, ഇതൊക്കെ നമ്മളൊരു കൺകെട്ട് മാത്രം. ഇതിലൊന്നും ഒരു പ്രത്യേകതയില്ല, ഇതിലൊന്നും ഒരു സംഭവമില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിനൊരു സമാധാനത്തിന് നമ്മൾ കാണിച്ചു കൂട്ടുന്നു എന്നേ ഉള്ളൂ. അത് പ്രത്യേകം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമുക്ക് സമാധാനം കിട്ടുന്നത് എവിടെ? സൂറത്തുൽ കൗസർ. നമുക്ക് ഇവിടെ വേണ്ടത് സൂറത്തുൽ കൗസറാണ്. സൂറത്തുൽ കൗസർ 71 തവണ പാരായണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് സൂറത്തുൽ കൗസറിൻ്റെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹുവേ സൂറത്തുൽ കൗസറിൻ്റെ ബർക്കത്ത് കൊണ്ട് എന്ന് പ്രത്യേകം എടുത്ത് പറയണം. ആ സൂറത്താണ് നമ്മളിവിടുത്തെ ആയുധം. ഇത് റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പറയാം, പടച്ചോനെ ഇന്നാലിന്ന വ്യക്തിയെ കൊണ്ട് വല്ലാത്ത ശല്യമുണ്ട് റബ്ബേ, എന്ത് ചെയ്തിട്ടും ആ ശല്യം തീർന്നില്ല പടച്ചോനെ, അതുകൊണ്ട് റബ്ബേ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ആ ഒരു ശല്യത്തെ തൊട്ട് നീ എനിക്ക് കാവൽ തരണം അല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കയ്യിൽ പിടിച്ചിട്ട് 71 തവണ മന്ത്രിച്ച് ഊതിയതിന് ശേഷം ഒന്നിരിക്കുക നിങ്ങളിത് എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ കൊണ്ടുപോയി തണുപ്പുള്ള സ്ഥലത്ത് വെക്കുക. ഫ്രിഡ്ജില്ലാത്തവരാണെങ്കിൽ പുറത്ത് നല്ല തണുപ്പ് കിട്ടുന്ന സ്ഥലം എവിടെയാണോ അവിടെ കൊണ്ടുപോയിട്ട് വെക്കുക. എന്നിട്ട് അള്ളാഹിനോട് പറയാം, അള്ളാഹുവേ ഈ എരിവുള്ള ഈ ഒരു മുളക് തണുപ്പിച്ചെടുക്കുന്നത് പോലെ ആ വ്യക്തിക്ക് എന്നോടുള്ള ദേഷ്യവും വാശിയൊക്കെ തണുത്ത് നല്ല നോർമലായി നല്ല സ്നേഹത്തിലാകണമെന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇനി സ്നേഹത്തിലൊന്നും ആകണ്ട, അവളെ ശല്യം എനിക്ക് വേണ്ട അങ്ങനെ ചിന്തിക്കണവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. അതൊക്കെയാണ് നിങ്ങൾ, ഇതാണ് ഫോൺ വന്ന് നിങ്ങൾ കുറേ ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ മജ്‌ലിസിലും ലൈവിൽ പറഞ്ഞു, ഉസ്താദ് ഫോൺ എടുക്കില്ല. ഫോണ് മാക്സിമം എടുക്കാൻ പറ്റാത്ത ഓരോ തിരക്കാവുമ്പോഴാണ്. അപ്പോൾ അത് ഇതിലൂടെ ലൈവായിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ തണുപ്പുള്ള സ്ഥലത്ത് ഇത് കൊണ്ടുപോയി വെക്കുക. തണുപ്പുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് തണുക്കുക. നല്ല രീതിയിൽ ആ ആൾ വരണം എന്നുണ്ടെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത് വെച്ചിട്ട് ദുആ ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പറയുക, അല്ലാഹ് അയാൾ നല്ല രീതിയിലൊന്നും വരണ്ട, ശത്രുത ഒഴിവായി കിട്ടിയാൽ എനിക്ക് അയാളോട് മുണ്ടാൻ താല്പര്യമില്ല, എനിക്ക് അദ്ദേഹത്തെ നന്നാവണമെന്നൊന്നും ആഗ്രഹമില്ല, പക്ഷെ ഇന്ന ശല്യം ചെയ്യാതിരുന്നാൽ മതി എന്ന് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ അമലൊന്ന് ചെയ്ത് നോക്കി. ചെയ്യുന്നവർ കമൻ്റ് ഇടുക ഇൻഷാ അല്ലാഹ്. ഈ അമൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഈ അമൽ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതുമൂലം നിങ്ങൾ എന്ത് ചെയ്യുക, പാവപ്പെട്ട നമുക്ക് വേണ്ടി ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് ഏത് അമലിടണമെന്ന് നിങ്ങൾ പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്ത അമലും കൊണ്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.